PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡിസംബർ 6 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ പുതിയ SCRT ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. ഫസ്റ്റ് പോയിന്റ്, ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കുന്നത് എങ്ങനെ? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, തീരസമതലങ്ങളും ദ്വീപുകളും. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ തരംതിരിക്കുന്നതെങ്ങനെ? ഉത്തരപർവ്വത മേഖല, ഉത്തരേന്ത്യൻ സമതലം, ഉപദ്വീപീയ പീഠഭൂമി, ഇന്ത്യൻ മരുഭൂമി, സമതലങ്ങളും ദ്വീപുകളും. വടക്കു ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായി നിലകൊള്ളുന്ന ഭൂവിഭാഗമേത്? ഉത്തരപർവ്വത മേഖല. വടക്കു ഭാഗത്ത് വൻ കോട്ട പോലെ രാജ്യത്തിൻ്റെ അതിരായിട്ട് നിലകൊള്ളുന്ന ഭൂവിഭാഗമേത്? ഉത്തരപർവ്വത മേഖല. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശമേത്? ഉത്തരേന്ത്യൻ സമതലം. ഉത്തരപർവ്വത മേഖലയ്ക്ക് തൊട്ട് തെക്കായി സ്ഥിതി ചെയ്യുന്ന ഫലഭൂയിഷ്ഠവും വിശാലവുമായ സമതല പ്രദേശമേത്? ഉത്തരേന്ത്യൻ സമതലം. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതെന്ത്? പാമീർ പർവ്വതക്കെട്ട്. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നതെന്ത്? പാമീർ പർവ്വതക്കെട്ട്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന ഒട്ടേറെ പർവ്വതനിരകൾ ചേർന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരേത്? ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിക്കുന്ന ഒട്ടേറെ പർവ്വതനിരകൾ ചേർന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്ക് കിഴക്കൻ അതിരേത്? ഉത്തരപർവ്വത മേഖല. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതനിരകൾക്ക് ഉദാഹരണങ്ങളേവ? കുൻലുൻ, ടിയാൻ ഷാൻ, ഹിന്ദുക്കുഷ്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്ന് ഉത്ഭവിക്കുന്ന പർവ്വതനിരകൾക്ക് ഉദാഹരണങ്ങളേവ? കുൻലുൻ, ടിയാൻ ഷാൻ, ഹിന്ദുക്കുഷ്. ഉത്തരപർവ്വത നിരകളുടെ സവിശേഷത എന്ത്? താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണവ. ഉത്തരപർവ്വത നിരകളുടെ സവിശേഷത എന്ത്? താരതമ്യേന പ്രായം കുറഞ്ഞതും ഉയരമേറിയതുമാണവ. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമേത്? ഉത്തരപർവ്വത മേഖല. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണമേത്? ഉത്തരപർവ്വത മേഖല. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വത മേഖല ഏത്? ഉത്തരപർവ്വത മേഖല. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചിരിക്കുന്ന പർവ്വത മേഖല ഏത്? ഉത്തരപർവ്വത മേഖല. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയുടെ വീതി എത്ര? 150 മുതൽ 400 വരെ കിലോമീറ്റർ. ഏകദേശം 2400 കിലോമീറ്റർ നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖലയുടെ വീതി എത്ര? 150 മുതൽ 400 വരെ കിലോമീറ്റർ. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി രൂപപ്പെടുന്ന പർവ്വതങ്ങളേവ? മടക്കു പർവ്വതങ്ങൾ, ഫോൾഡ് മൗണ്ടൈൻസ്. ഭൂവൽക്കത്തിലെ ശിലാപാളികൾ സമ്മർദ്ദ ബലത്താൽ മടങ്ങി രൂപപ്പെടുന്ന പർവ്വതങ്ങളേവ? മടക്കു പർവ്വതങ്ങൾ. ഏത് പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്? വലനം. ഏത് പ്രക്രിയയിലൂടെയാണ് മടക്കു പർവ്വതങ്ങൾ രൂപപ്പെടുന്നത്? വലനം. വലനത്തിലൂടെ രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ഹിമാലയം, ആൽപ്സ്. വലനത്തിലൂടെ രൂപപ്പെട്ട മടക്കു പർവ്വതങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ഹിമാലയം, ആൽപ്സ്. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 90 മീറ്ററിനു മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പർവ്വതങ്ങൾ. സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി 90 മീറ്ററിനു മുകളിൽ ഉയരമുള്ള ഭൂരൂപങ്ങൾ പൊതുവെ ഏത് പേരിൽ അറിയപ്പെടുന്നു? പർവ്വതങ്ങൾ. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമേത്? ഉത്തരപർവ്വത മേഖല. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും നിറഞ്ഞ സവിശേഷമായ ഭൂപ്രദേശമേത്? ഉത്തരപർവ്വത മേഖല. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിക്കുന്നതെങ്ങനെ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ 3ആയി തിരിക്കുന്നതെങ്ങനെ? ട്രാൻസ് ഹിമാലയം, ഹിമാലയം, കിഴക്കൻ കുന്നുകൾ. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ ചേരുന്നതെന്ത്? ഹിമാലയം നിര. ട്രാൻസ് ഹിമാലയത്തിന് തെക്കായി കിഴക്കോട്ട് വ്യാപിക്കുന്ന 3 സമാന്തര പർവ്വത നിരകൾ ചേരുന്നതെന്ത്? ഹിമാലയം നിര. ഹിമാലയത്തിലെ 3 സമാന്തര നിരകൾ ഏതെല്ലാം? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയത്തിലെ 3 സമാന്തര നിരകൾ ഏതെല്ലാം? ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നത് ഏത്? സിവാലിക് നിര. ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കായി സ്ഥിതി ചെയ്യുന്നത് ഏത്? സിവാലിക് നിര. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്ന ഹിമാലയൻ നിരയേത്? സിവാലിക്. ഗംഗാ സമതലത്തിന് അതിരായി നിലകൊള്ളുന്ന ഹിമാലയൻ നിരയേത്? സിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഏത്? സിവാലിക്. ഹിമാലയത്തിൻ്റെ ഏറ്റവും പുറമേയുള്ള ഭാഗമായതിനാൽ ഔട്ടർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഏത്? സിവാലിക്. സിവാലിക് നിരയുടെ ഏകദേശ വീതി എത്ര? 60 മുതൽ 150 വരെ കിലോമീറ്റർ.
സിവാലിക് നിരയുടെ ഏകദേശ വീതി എത്ര? 60 മുതൽ 150 വരെ കിലോമീറ്റർ. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 വരെ മീറ്റർ ശരാശരി ഉയരമുള്ള പർവ്വതനിര ഏത്? ഹിമാചൽ. സിവാലിക്കിന് വടക്കായി സമുദ്രനിരപ്പിൽ നിന്ന് 3500 മുതൽ 4500 വരെ മീറ്റർ ശരാശരി ഉയരമുള്ള പർവ്വതനിര ഏത്? ഹിമാചൽ. ലെസർ ഹിമാലയം എന്നറിയപ്പെടുന്ന നിര ഏത്? ഹിമാചൽ. ലെസർ ഹിമാലയം എന്നും അറിയപ്പെടുന്ന ഈ നിര ഏത്? ഹിമാചൽ. ഹിമാചൽ നിരയുടെ ശരാശരി വീതി എത്ര? 60 മുതൽ 80 വരെ കിലോമീറ്റർ. ഹിമാചൽ നിരയുടെ ശരാശരി വീതി എത്ര? 60 മുതൽ 80 വരെ കിലോമീറ്റർ. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിര ഏത്? ഹിമാദ്രി. ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നിര ഏത്? ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിര ഏത്? ഹിമാദ്രി. സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം 6100 മീറ്ററിന് മുകളിൽ ഉയരമുള്ള പർവ്വതനിര ഏത്? ഹിമാദ്രി. മഞ്ഞു മൂടപ്പെട്ട ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഹിമാലയൻ നിര ഏത്? ഹിമാദ്രി. മഞ്ഞു മൂടപ്പെട്ട ലോകത്തിലെ ഉയരമേറിയ മിക്ക കൊടുമുടികളും കാണപ്പെടുന്ന ഹിമാലയൻ നിര ഏത്? ഹിമാദ്രി. ഇനി ഇവിടെ ബോക്സിൽ കുറച്ച് പോയിന്റുകൾ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ശിലാമണ്ഡല ഫലകങ്ങൾ. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നതെന്ത്? ശിലാമണ്ഡലം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേരുന്നതെന്ത്? ശിലാമണ്ഡലം. ചെറുതും വലുതുമായ കഷ്ണങ്ങളായി നിലകൊള്ളുന്ന അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ശിലാമണ്ഡല ഫലകങ്ങൾ. ചെറുതും വലുതുമായ കഷ്ണങ്ങളാക്കി നിലകൊള്ളുന്ന അനേകായിരം കിലോമീറ്റർ വിസ്തൃതിയും ഏകദേശം 100 കിലോമീറ്റർ വരെ കനവുമുള്ള ശിലാമണ്ഡല ഭാഗങ്ങളെ എങ്ങനെ വിളിക്കുന്നു? ശിലാമണ്ഡല ഫലകങ്ങൾ. ശിലാമണ്ഡല ഫലകങ്ങൾ എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാകാം? വൻകര ഭാഗമോ കടൽത്തറ ഭാഗമോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ? ശിലാമണ്ഡല ഫലകങ്ങൾ എന്തൊക്കെ ഉൾക്കൊള്ളുന്നതാകാം? വൻകര ഭാഗമോ കടൽത്തറ ഭാഗമോ വൻകരയും കടൽത്തറയും ഉൾക്കൊള്ളുന്നതോ? ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കാൻ കാരണമെന്ത്? ഭൗമശിലാപാളികളുടെ ചലനം. ലോകത്തിലെ ഉയരമേറിയ പർവ്വതനിരകളിലൊന്നായ ഹിമാലയം ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കാൻ കാരണമെന്ത്? ഭൗമശിലാപാളികളുടെ ചലനം. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളേവ? ടെക്ട്രോണിക് ഫലകങ്ങൾ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളേവ? ടെക്ട്രോണിക് ഫലകങ്ങൾ. ശിലാമണ്ഡലത്തിനു താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമേത്? ആസ്കനോഫിയർ. ശിലാമണ്ഡലത്തിനു താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി ദ്രാവകാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമേത്? അസ്തനോഫിയർ. എന്തിനു മുകളിലൂടെയാണ് ടെക്ട്രോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത്? ആസ്തനോഫിയറിന്. എന്തിനു മുകളിലൂടെയാണ് ടെക്ട്രോണിക് ഫലകങ്ങൾ സാവധാനം ചലിച്ചുകൊണ്ടിരിക്കുന്നത്? അസ്തനോഫിയർ. ഫലകചലനം മൂലം പർവ്വത രൂപവൽക്കരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ 3 തരം ഫലക അതിരുകൾ ഏതെല്ലാം? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഫലകചലനം മൂലം പർവ്വത രൂപവൽക്കരണം പോലുള്ള ഭൗമപ്രവർത്തനങ്ങൾ സജീവമായ 3 തരം ഫലക അതിരുകൾ ഏതെല്ലാം? സംയോജക സീമ, വിയോജക സീമ, ഛേദക സീമ. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളേവ? സംയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന അതിരുകളേവ? സംയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളേവ? വിയോജക സീമ. ഫലകങ്ങൾ തമ്മിൽ അകലുന്ന അതിരുകളേവ? വിയോജക സീമ. ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളേവ? ഛേദക സീമ. ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന അതിരുകളേവ? ഛേദക സീമ. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന പർവ്വതനിരകളേവ? മടക്കുപർവ്വതങ്ങൾ. സംയോജക സീമകളിൽ ശിലാമണ്ഡല ഫലകങ്ങളുടെ സമ്മർദ്ദഫലമായി ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപപ്പെടുന്ന പർവ്വതനിരകളേവ? മടക്കുപർവ്വതങ്ങൾ. ഇത്രയാണ് നമ്മൾ ബോക്സിലുള്ളത് കേട്ടോ. ഈ ട്രാൻസ് ഹിമാലയത്തെക്കുറിച്ചുള്ള പോയിന്റുകളാണ് കേട്ടോ. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയം. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും വടക്ക് കാണപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയം. ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയം. ടിബറ്റൻ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഏത്? ട്രാൻസ് ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന നിരകൾ ഏതെല്ലാം? കാറക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിലെ പ്രധാന നിരകൾ ഏതെല്ലാം? കാറക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ത്? 3000 മീറ്റർ. ട്രാൻസ് ഹിമാലയത്തിൻ്റെ ശരാശരി ഉയരം എന്ത്? 3000 മീറ്റർ. ഏകദേശം 40 കിലോമീറ്റർ വീതിയുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളം എന്ത്? 965 കിലോമീറ്റർ. ഏകദേശം 40 കിലോമീറ്റർ വീതിയുള്ള ട്രാൻസ് ഹിമാലയത്തിൻ്റെ നീളം എന്ത്? 965 കിലോമീറ്റർ. ഹിമാലയ പർവ്വതത്തിൻ്റെ പാമീർ പർവ്വതക്കെട്ടുകളായി ബന്ധിപ്പിക്കുന്ന നിര ഏത്? കാറക്കോറം. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്ന നിര ഏത്? കാറക്കോറം. ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത്? മൗണ്ട് കെ2. ഗോഡ്വിൻ ഓസ്റ്റിൻ.
ലോകത്തിലെ രണ്ടാമത്തെ ഉയരമേറിയ കൊടുമുടി ഏത്? മൗണ്ട് കെ2 ഗോഡ്വിൻ ഓസ്റ്റിൻ. മൗണ്ട് കെ2 കൊടുമുടിയുടെ ഉയരം എത്ര? 8611 മീറ്റർ. മൗണ്ട് കെ2 കൊടുമുടിയുടെ ഉയരം എത്ര? 8611 മീറ്റർ. മൗണ്ട് കെ2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? കാറക്കോറം. മൗണ്ട് കെ2 കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര ഏത്? കാറക്കോറം. ഹിമാദ്രി നിരയുടെ വീതി എത്ര? ഏകദേശം 25 കിലോമീറ്റർ. ഹിമാദ്രി നിരയുടെ വീതി എത്ര? ഏകദേശം 25 കിലോമീറ്റർ. ഏകദേശം 150 to 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിൽ. ഏകദേശം 150 to 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യൻ ഫലകത്തിൻ്റെ സ്ഥാനം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിൽ. ഇന്ത്യൻ ഫലകത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരുന്നു? ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും. ഇന്ത്യൻ ഫലകത്തിൽ എന്തൊക്കെ ഉൾപ്പെട്ടിരുന്നു? ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും. ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങി ഏത് ഫലകത്തിനടുത്ത് എത്തി? യൂറേഷ്യൻ ഫലകം. ഇന്ത്യൻ ഫലകം പിന്നീട് വടക്കോട്ട് നീങ്ങി ഏത് ഫലകത്തിനടുത്തെത്തി? യൂറേഷ്യൻ ഫലകം. ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിൽ നിലകൊള്ളുന്ന സമുദ്രം ഏത്? ടെതിസ് സമുദ്രം. ഇന്ത്യൻ ഫലകത്തിനും യൂറേഷ്യൻ ഫലകത്തിനും ഇടയിൽ നിലകൊള്ളുന്ന സമുദ്രം ഏത്? ടെതിസ് സമുദ്രം. ഫലകചലനത്തിൻ്റെ ഫലമായി ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്നു വന്ന് രൂപം കൊണ്ട പർവ്വതമേത്? ഹിമാലയം പർവ്വതം. ഫലകചലനത്തിൻ്റെ ഫലമായി ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് ഉയർന്നു വന്ന് രൂപം കൊണ്ട പർവ്വതമേത്? ഹിമാലയ പർവ്വതം. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏതുതരം ഫലകാതിരിലാണ്? സംയോജക സീമ. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടിട്ടുള്ളത് ഏതുതരം ഫലകാതിരിലാണ്? സംയോജക സീമ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളേവ? ഗിരികന്ധരങ്ങൾ. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളേവ? ഗിരികന്ധരങ്ങൾ. അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്കു കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളേവ? സിന്ധു, ഗംഗ, സത്ലജ്. അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതനിരയ്ക്ക് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളേവ? സിന്ധു, ഗംഗ, സത്ലജ്. ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റിലൂടെ അറിയിക്കാം. താങ്ക് യു.